ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അന്നേരം നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ കാന്താരി പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഒരു ബീൻസ് തോരൻ വെക്കാനായിട്ട് മുളക് കണ്ടില്ല. അപ്പം നമുക്ക് കുറേ കാന്താരി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറേ വയലറ്റ് പൂവുള്ള ചെടികളെല്ലാം നമ്മുടെ വെട്ടിക്കളഞ്ഞ കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് പൂക്കളേ ഉള്ളൂ ഈ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡിലെല്ലാം വെട്ടി. അങ്ങനെ ഞാൻ വെറുതെ ഇറങ്ങിയപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ കാന്താരി ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ പച്ചമുളക് വാങ്ങാറേ ഇല്ല, മറന്നു പോകും കേട്ടോ. അങ്ങനെ വേണ്ട കാന്താരിയൊക്കെ പറിച്ച് അകത്ത് കയറി. നേരത്തെ രാവിലെ തന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് വേകാറായിട്ടുണ്ട്. അന്നേരം ചോറിന് രാവിലെ തന്നെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ച്. ടിനോപ്പൻ ഇന്ന് പോകണ്ട കേട്ടോ. അങ്ങനത്തെ എൻ്റെ ചോറൊക്കെ വേകാറായി. ഇനിയിപ്പോൾ നമ്മൾ ബീൻസ് തോരൻ വെക്കാനായിട്ട് ബീൻസൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ന് പുട്ടാണ് രാവിലെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്തെ അമ്മമാരൊക്കെ നമുക്ക് ഇങ്ങനെയാണ് പുട്ടുണ്ടാക്കി തന്നിരുന്നത്, ഇങ്ങനെ ആവി പൊഴിഞ്ഞ പുട്ട്. അന്നേരം ഇന്ന് നമ്മുടെ ചിരട്ടപ്പുട്ട് കുറ്റിപ്പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുട്ടുകുറ്റിയുടെ ചില്ല് കണ്ടില്ല കേട്ടോ. അന്നേരം ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്നെടുത്ത് ആവി പുഴുങ്ങിയത്. അന്നേരം എല്ലാം സെയിമാണ്. നമ്മൾ പുട്ടുകുറ്റിക്കകത്തുണ്ടാക്കിയാലും ആവി പുഴുങ്ങിയാലും എല്ലാം പുട്ട് സെയിമാണ്. പുട്ട് പാത്രത്തിലോട്ടിടുമ്പോൾ എന്തായാലും അങ്ങനെയാണ് വരുന്നതില്ലേ നമ്മൾ കഴിക്കുന്നത്. അന്നേരം നമ്മളെല്ലാവരും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉതിര് പുഴുങ്ങുന്ന പുട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പണ്ടത്തെ അമ്മമാരൊക്കെ നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കി തരുന്നത് നമുക്ക് ഇങ്ങനെ ഉതിര് പുഴുങ്ങിയായിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയമില്ലാത്തപ്പോൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ തേണ്ട ഞാൻ ബീൻസ് തോരനും മുട്ടയൊക്കെ പൊരിച്ച് അവരെയൊക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ തേണ്ട മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി സമയമൊന്നും ആയിട്ടില്ല, പക്ഷേ നല്ല വെയിലൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല പച്ചപ്പാണ് നമ്മുടെ മുറ്റത്തിലെ. കുറേ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വെട്ടിക്കളഞ്ഞു ആ ഫ്രണ്ടിൽ കാണുന്നത്. അന്നേരം ഇവിടെ എല്ലാം ഇങ്ങനെ പച്ച ചെടികളാണ്. മിക്കതിലും പൂവില്ല കേട്ടോ, പൂവില്ലാത്ത ചെടികളാണ്. മറ്റേ നമുക്ക് വയലറ്റ് വെള്ളയൊക്കെ പൂവുള്ളതൊക്കെ ഫ്രണ്ടിലോട്ടുള്ള ചെടികളാണ് കേട്ടോ. അങ്ങനെ വേണ്ട മിറ്റവഴി നടക്കുകയാണ്. നമുക്ക് ഈ ഓരോലി ഉള്ളതുകൊണ്ട് നല്ല കാറ്റാണ് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം രാത്രിയിലാണ് മഴ ഇപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരം വൈകുന്നേരം നല്ല കാറ്റാണ്. അപ്പം നല്ല ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കും. അതൊക്കെ അങ്ങ് രാവിലെ തൂത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ അപ്പൂസിൻ്റെ സൈക്കിളും രാവിലെ കഴുകി വെച്ചു. എൻ്റെ വണ്ടി ഒന്ന് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ദിവസമായി വണ്ടി കഴുകിയിട്ട്. അപ്പം രാവിലെ തന്നെ വണ്ടിയൊക്കെ കഴുകി ആ വെയിലത്തോട്ട് വെച്ച് നമുക്കിന്ന് അടുത്ത വരെ പോകണം കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ മിറ്റവടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇടത്തുവയ്ക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേന് എനിക്കൊരു മീൻ കൊണ്ട് തന്നു നമ്മുടെ ഇവിടെ വരുന്ന മീൻകാരൻ ചേട്ടൻ കേട്ടോ. അന്നേരം ഈ മീനിൻ്റെ രണ്ടിൻ്റെയും പേര് എനിക്കറിയത്തില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു മീൻ ഇങ്ങനെ ചെതുമ്പൽ ചെത്തിയെടുത്തിട്ട് തേച്ചെടുക്കുന്നതാണ്, മറ്റേ മീൻ തൊലി ഉരിച്ചെടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ ഞാൻ തേച്ചെടുക്കാനായിട്ട് ആദ്യം ഒന്ന് വെട്ടിയെടുത്തു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എളുപ്പം തൊലി ഉരിഞ്ഞെടുക്കാം കേട്ടോ. ആ ചട്ടിക്കകത്ത് കിടക്കുന്ന മീൻ ചൂരയുടെ ടൈപ്പാണ്. ചൂരയാണോ മങ്കടയാണോ എന്നറിയത്തില്ല, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ കറി വെച്ചിട്ട്. പക്ഷേ ഈ കയ്യിലിരിക്കുന്ന മീൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, പേരറിയത്തില്ല. ഇതിങ്ങനെ ചെതുമ്പലൊക്കെ ചെത്തി മുള്ളുള്ള മീൻ തന്നെയാണ് കേട്ടോ. തേച്ചെടുക്കണം. അന്നേരം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു രാവിലെ തന്നെ പോകാൻ വേണ്ടി. പക്ഷേ മീനൊക്കെ വെട്ടി അന്നേരം ഒന്നുകൂടെ മീനൊക്കെ കഴുകിയിട്ടാണ് ഇനിയും പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ഞാൻ തന്നെ വാങ്ങിയതാണ്. അന്നേരം ഇതിന് നല്ല ചെതുമ്പലാണ്. വെട്ടി ചെതുമ്പൽ നല്ലതായിട്ട് ചെത്തിക്കളയണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതിലിരിക്കും. നല്ല കട്ടിയുള്ള ചെതുമ്പലുമായിരുന്നു. അങ്ങനെ ഞാൻ അത് വെട്ടിയെടുത്തു. ഇത് പിന്നെ എളുപ്പമാണ് കേട്ടോ, നമ്മുടെ ഈ ചൂരയുടെ ടൈപ്പാന്ന് പറഞ്ഞല്ലോ. ഞാനിതിൻ്റെ വാലും തലയുടെ സൈഡ് രണ്ട് വശവും വെട്ടിക്കഴിഞ്ഞ് തേച്ചെടുക്കാമെന്നും പറഞ്ഞ് കല്ലെ കൊണ്ട് നോക്കിയപ്പോഴത്തേന് തേക്കേണ്ട മീനല്ലായിരുന്നു കേട്ടോ, തൊലി ഉരിച്ചെടുക്കേണ്ട മീനായിരുന്നു. പിന്നെ ഞാൻ അവിടെ വെച്ച് തന്നെ ഇതിൻ്റെ തൊലി അങ്ങ് ഉരിച്ചെടുത്തു കേട്ടോ. ഇത് പെട്ടെന്ന് വെട്ടിയെടുക്കാമായിരുന്നു.
അങ്ങനെ തേണ്ട മീനൊക്കെ വെട്ടിയിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടങ്ങ് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരമേ കറി വെക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇന്നലത്തെ മത്തിക്കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾ ഓർക്ക് ഈ ചേച്ചിക്ക് എപ്പോഴും മീനേ ഉള്ളൂന്ന് എന്നോട് അനില സുരേഷ് പറയും. ബീന ഭയങ്കര ഭാഗ്യവതിയാണ്, ഫ്രഷ് മീനൊക്കെ കഴിക്കാമല്ലോ എന്ന്. ശരിയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കഴിക്കാം. കാരണം വലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ കിട്ടുന്നവരൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അന്നേരം മീൻ കടമീനും ആറ്റുമീനും ഒക്കെ നമുക്ക് കിട്ടും. മീനൊന്നും നമുക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഞാൻ പോകുന്നത് വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ സ്കൂട്ടർ കഴുകി വെച്ച് നിങ്ങൾ കണ്ടില്ലായിരുന്നോ പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി പകുതി വരെ വന്നപ്പോഴത്തേന് പഞ്ചറായി കേട്ടോ വണ്ടി. എന്നിട്ട് ഇനോപ്പനും ഞാനും കൂടെ ആയിരുന്നു പോയത്. അന്നേരം നമുക്ക് കുറേ ദൂരമുണ്ട് റോഡിൽ വരണമെങ്കിൽ കേട്ടോ, ബസ് കയറാനും ഒക്കെ വരണമെങ്കിൽ. അങ്ങനെ നമ്മൾ വണ്ടിയിലാണ് പോകുന്നതും വരുന്നതും ഒക്കെ എടുത്തുവയിലൊക്കെ കേട്ടോ. അപ്പോൾ പഞ്ചറായ വണ്ടി ഞങ്ങൾ ഒരു വീട്ടിൽ കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവാണ്. നമ്മുടെ ടിനോപ്പനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ കണ്ടില്ല, ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് കേട്ടോ. അന്നേരം അവൻ എന്നോട് പറഞ്ഞായിരുന്നു എടുത്തെന്ന്. എന്നിട്ട് നമ്മുടെ റോഡിൻ്റെ 2 വശവും കണ്ടമാണ് കണ്ടോ. ഇപ്പം നമ്മുടെ വിതയൊക്കെ കഴിഞ്ഞ കണ്ടമാണ്. നല്ല രസമുണ്ടല്ലോ കാണാൻ അല്ലേ. അന്നേരം കുട്ടനാട് ഇഷ്ടമുള്ള കുറേ കൂട്ടുകാരുണ്ട് എനിക്ക് കേട്ടോ. അവരെപ്പോഴും പറയും ചേച്ചി കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. അന്നേരം വിതയ്ക്കുന്ന കാഴ്ചയാണിത് കേട്ടോ. വിതയ്ക്കുന്നുണ്ട് അവിടെ, നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്താണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ കണ്ടത്തിലെ വിതയൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം പിന്നെ ഞാൻ രാത്രിയിലാണ് പിന്നെ മീൻകറിയൊക്കെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അന്നേരം ഞാൻ ഓർത്ത് ഈ മീൻകറി വെക്കുന്ന വീഡിയോയിലൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ച് ചേർത്ത് കടുവൊക്കെ പൊട്ടിച്ച് ഉലുവായൊക്കെ ഇട്ട് പൊട്ടിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഒരു തക്കാളി 2 തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഈ കടമീനൊക്കെ ആറ്റുമീനാണോ കടമീനാണോ എന്ന് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് കടമീൻ കൊണ്ടുവരുന്ന ആൾ തന്നെയാണ് തന്നത് കേട്ടോ. പക്ഷേ ഒരെണ്ണം ആറ്റുമീനായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. നല്ല മുള്ളായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇച്ചിരി തക്കാളിയൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർത്തു. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഒരു തക്കാളി പേസ്റ്റാക്കി, പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് തക്കാളി പേസ്റ്റാക്കി ചേർത്ത് കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറിയാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഈ മീൻകറിക്ക് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ വീട്ടുവിശേഷങ്ങളാണല്ലോ നമ്മുടെ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത്. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അന്നേരം എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.